ആശാ വർക്കേഴ്സിന്റെ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ. സമുദ്ര ഖനനം, ദേശീയ വിദ്യാഭ്യാസ നയം, വോട്ടർ പട്ടിക അടക്കമുള്ള വിഷയങ്ങളും പ്രതിപക്ഷം പാർലമെന്റിൽ ഉയർത്തി. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ആശാ വർക്കേഴ്സിന്റെ പ്രതിസന്ധി പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് ഉന്നയിക്കപ്പെട്ടു. നിലവിലുള്ള 7,000 രൂപയ്ക്ക് പകരം ആശാ വർക്കേഴ്സിന് 21,000 രൂപ വേതനവും മറ്റ് വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകണമെന്ന് KC വേണുഗോപാൽ എംപിയാണ് സഭയിൽ ആദ്യം ഉന്നയിച്ചത്. ആശാ വർക്കേഴ്സ് treated to be actually as the health warriors of this country. They are getting 233 rupees per day. That remuneration also not getting regularly. പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥയാണ് ആശാ വർക്കേഴ്സിന്റെ സമരം വ്യക്തമാക്കുന്നതെന്ന് ശശി തരൂർ എംപി. For these works, they have protested in my constituency in front of the Secretariat. Their ongoing protests highlight the systemic undervaluation of community health workers in India and in particular in Kerala. മലയാളത്തിൽ സംസാരിച്ച VK ശ്രീകണ്ഠൻ എംപി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപി അടക്കമുള്ളവർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. രാജ്യസഭയിൽ മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ ആശമാർക്ക് കുടിശ്ശിക നൽകണമെന്നും പ്രതിമാസ വേതനവും പെൻഷനും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. സമുദ്രഖനനം രാജ്യസഭയിൽ ഉന്നയിച്ച ജോൺ ബ്രിട്ടാസ് എംപി ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ DMK അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങിയതോടെ ലോക്സഭ തടസ്സപ്പെടുകയും ചെയ്തു. ലോക്സഭയിൽ കനിമൊഴി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ DMK അംഗങ്ങൾക്കെതിരെ നടത്തിയ വിവാദ പരാമർശം പിൻവലിച്ചു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് സംബന്ധിച്ചുള്ള പ്രസ്താവന ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചു. 24 ഡൽഹി.